ജിന്റെ ചേട്ടൻ എല്ലാ വള്ളിയും കയറി പിടിക്കും. എല്ലാ വള്ളിയും കയറി പിടിച്ചാൽ സംസാരിച്ചാൽ ഞാൻ പറയും ആവും ടോപ്പ് 5 എത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എതിരാളിയായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ എപ്പിസോഡിൽ. പിന്നെ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ടോപ്പ് 5 അല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കും എന്നുള്ളത് പൈസ. ശരിക്കും ഈ സായി പണപ്പെട്ടി എടുത്തു പോകുന്ന ഒരു രീതിയിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇല്ല സായി ചേട്ടൻ ആദ്യം പറഞ്ഞ പണപ്പെട്ടി എടുക്കും, ഞാൻ പറഞ്ഞു നടക്കില്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെയാണ്, അതല്ലാതെ കുറച്ചുകൂടെ നിക്ക് അല്ലെങ്കിൽ എമൗണ്ട് കൊടുത്തൊന്നും പറഞ്ഞില്ല. ഇതിനത് ആളുടെ ഗെയിം അല്ല, ഇതിന് നമ്മൾ പറയേണ്ട ആവശ്യം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആള് ഞാൻ പറഞ്ഞു ഞാനും അൻസിബേച്ചിയും സായിച്ചേട്ടനും കൂടി സംസാരിക്കണ്ടായിരുന്നു. അവർ അൻസിബേച്ചി സായിച്ചേട്ടനും അൻസിബേച്ചിയും സംസാരിച്ചു പറഞ്ഞു അൻസിബോ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു പണപ്പെട്ടി അത് എനിക്കുള്ളത് പറഞ്ഞ് ഞാൻ തുടങ്ങി അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു ഇല്ലില്ല പണപ്പെട്ടിയിൽ ഇപ്പൊ 10 ലക്ഷം വന്നു വെച്ചാൽ 10 ലക്ഷം ഞാൻ എടുത്തോണ്ടിരും, ഇപ്പൊ എത്ര 8,000 ഞാൻ എടുത്തോണ്ടിരുന്നൊക്കെ പറഞ്ഞു. സായിച്ചേട്ടൻ പറഞ്ഞു ഞാൻ 50 രൂപയാണ് ഞാൻ എടുക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങി. അപ്പൊ സായിച്ചേട്ടൻ പറഞ്ഞു നിനക്ക് എന്താ ആവശ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആള് ഓക്കെ നിനക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് മാറി തന്നൊരു